ഓം ശാന്തി. ജീവിതത്തെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കുന്ന, ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്ന, അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ളത് ഈ 5 കാര്യങ്ങളെ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ ശ്രദ്ധയോടെ ജീവിതത്തിൽ കൊണ്ടുവരാമെങ്കിൽ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു വ്യക്തിത്വമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അൺസ്റ്റോപ്പബിൾ പേഴ്സണാലിറ്റീസ് എന്ന് നമുക്ക് മധുരമായി നമുക്ക് പറയാം. ആർക്കും തോൽപ്പിക്കാനാവാത്ത, ജയിച്ചു നിൽക്കുന്നതായിട്ടുള്ള വ്യക്തിത്വമാവാൻ 5 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് തന്നെയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് കാര്യത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെക്കൊണ്ട് ഇതാവോ എന്നുള്ളതായിരിക്കുന്ന സംശയം കൊണ്ട് തന്നെ തോറ്റുപോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ആവശ്യം സെൽഫ് അവെയർനെസ്, അഥവാ ആദ്യം ഞാൻ ആരാണ് എന്നറിയാന്നുള്ളതാണ്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ, ഞാൻ ആരാണ് എന്നതിൻ്റെ ഒരു ക്ലിയർ ആൻസർ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ 1.5 മണിക്കൂർ സമയത്ത് ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് പഠിക്കാം. എന്നാലും ചെറിയൊരു പ്രകാശം അതിനെക്കുറിച്ച് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആദ്യം മനസ്സിലാക്കേണ്ടത് നശിച്ചു പോകുന്ന ശരീരമല്ല ഞാൻ. ഇതെന്ന് പറയുന്നത് ഇത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞായിട്ട്, ശിശുവായിട്ട് നമ്മൾ വന്നു, സുന്ദരനും സുന്ദരിയായിട്ട് വളർന്നു വന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ പതിയെ ഓരോന്നും ദ്രവിക്കാൻ തുടങ്ങും. 20-25 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് എങ്ങനെയാണോ ഇത് ഡെവലപ്പ് ചെയ്തത് അതുപോലെ ഓരോന്നായിട്ടത് ദ്രവിക്കാനും തുടങ്ങും. അധികം വൈകാതെ ചുളിവുകൾ വരാൻ തുടങ്ങും, മുഖത്ത് ചുളുക്ക് കാണാൻ തുടങ്ങാം, കയ്യിൽ കാണാൻ തുടങ്ങും. പതിയെ ശരീരം വയസ്സായി അങ്ങ് പോകുന്ന സാധനമാണ്. ഒരു പൂവ് എങ്ങനെയാണോ മൊട്ടായി വിരിഞ്ഞ് വിടർന്ന ശേഷം അത് വാടി കൊഴിഞ്ഞു പോകുന്നത്, അതുപോലെ ഈ മനുഷ്യ ശരീരവും അത്രയേ ഉള്ളൂ. അതേസമയം അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ളൊരു ചൈതന്യമായ ശക്തിയുണ്ട്. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും നിങ്ങളുടെ എല്ലാ വിശേഷതകളും വിശ്വാസങ്ങളും നിങ്ങളുടെ ശക്തികളും എല്ലാം ഉറങ്ങിക്കിടക്കുന്നത് ആ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ശക്തിയുടെ ഉള്ളിലാണ്. കുറച്ച് സമയം എടുത്തുകൊണ്ട് നമ്മളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് സമയം കണ്ടെത്തിയേ പറ്റൂ. അതിനു വേണ്ടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈഫിൽ എൻ്റെ അസറ്റ് എന്ത്, എൻ്റെ കയ്യിലുള്ള സാധനം എന്ത് എന്ന് എനിക്കറിഞ്ഞാൽ മാത്രമല്ലേ എടുത്ത് ഉപയോഗിക്കാനാവൂ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ജയിച്ചതായിരിക്കുന്ന 5 കാര്യങ്ങൾ എഴുതാം. 5 കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പാട്ട് പാടി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഞാനൊരു പ്രസംഗം നടത്തി ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതല്ലാത്തുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരി വീണ് തലചുറ്റി വീഴാൻ പോകുന്ന സന്ദർഭം, അവിടെ യാതൊരു ഭയവുമില്ലാതെ അവളെ പിടിച്ച് കിടത്തുകയും വേണ്ട ശുശ്രൂഷ കൊടുത്തു, ഞാൻ ടീച്ചർമാരെ വിളിച്ചു, പേടിക്കാതെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു. വഴിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി ആരെങ്കിലും തടഞ്ഞു നിർത്താൻ നോക്കി, ആ സമയത്ത് ധൈര്യത്തോടു കൂടെ പ്രവർത്തിച്ച് രക്ഷിച്ചു. വാട്ട് എവർ ഇറ്റ് മേ ബി. ജീവിതത്തിലുണ്ടാകുന്ന ഏതെല്ലാം ചെറുതോ വലുതോ ആവട്ടെ, ആ ഒരു നല്ല സന്ദർഭം, ഒരു പക്ഷേ കുഞ്ഞായ കാലം തൊട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അമ്മയുടെ സങ്കടം ഇല്ലാതാക്കുന്ന, കണ്ണീര് തുടയ്ക്കുന്ന കുട്ടിയായിട്ട് ഞാൻ നിൽക്കാറുണ്ട്. അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടിരിക്കുമ്പോൾ, അച്ഛൻ എന്തിനാ അച്ഛൻ ടെൻഷൻ അടിക്കുന്നതൊക്കെ ശരിയാവില്ലേ എന്ന് പറയുന്നൊരു മോളോ ആയിട്ട് ഞാനുണ്ട്. ഇതുവരെ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിച്ച, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച, ഇതെൻ്റെ വിജയത്തിൻ്റെ മൊമെൻ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുന്ന 5 കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ സമയമെടുത്ത് എഴുതണം. അത് കഴിഞ്ഞ ശേഷം ആ സമയത്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കുന്ന ഏത് പോസിറ്റീവായിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ആ സമയത്ത് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തണം. ഇത് സമയമെടുത്ത് തന്നെ ചെയ്യണം. അത് പറയുമ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ്. ഒരു സ്വർണ്ണഖനി കുഴിക്കാൻ പോയതായിട്ട് ഒരാളെ, അയാൾ കുഴിച്ച് കുറേ അധികം കുഴിച്ചു, 10-12 അടി കുഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും ആ ഖനി അവിടെ ഉണ്ട് എന്ന് കേട്ട പോലെ ഒന്നും ഇല്ല എന്ന് തോന്നിക്കൊണ്ട് അയാളത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഉപേക്ഷിക്കുകയാണെന്ന് കേട്ടപ്പോൾ അയാളൊരു കൂട്ടുകാരൻ വന്ന് ആ ഖനി വാങ്ങുന്നു. അയാൾ 2 അടി കൂടി കുഴിച്ചപ്പോൾ അതിനുള്ള സ്വർണ്ണഖനി അയാൾക്ക് കണ്ടെത്താൻ പറ്റി. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കുന്ന അതിനേക്കാൾ വലിയ ഖനി നിധിയാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ശക്തികളും ഗുണങ്ങളും. അതിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് ആ ഖനി കുഴിക്കാൻ, സ്വർണ്ണഖനി ഉണ്ടാക്കാൻ പോയ ആളെപ്പോലെ ഉപേക്ഷിക്കരുത്. എഗെയിൻ ആൻഡ് എഗെയിൻ 2-3 കാര്യങ്ങളെ കണ്ടിട്ട് സാധിക്കുന്നില്ലേ, കുറച്ചും കൂടെ കണ്ടു നോക്കും.
അങ്ങനെ ലൈഫിലുണ്ടാകുന്ന യാത്രയിലെ വിജയമുഹൂർത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ കണ്ണിലൂടെ വേറൊരാൾ കാഴ്ചക്കാരനെ പോലെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന 5 ശക്തികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തോൽവി എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങളെ മുഴുവൻ ചാർട്ട് ചെയ്തുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നമ്മുടെ ബലഹീനതകളെയും കാണാൻ സാധിക്കും. ബലഹീനത എന്താണെന്ന് വിചാരിച്ചാൽ, ഫോർ എക്സാമ്പിൾ പേടിയാണ് എൻ്റെ ബലഹീനത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഉള്ള ഒറിജിനൽ ഗുണമായിരിക്കുന്ന ശക്തി അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അത് പുറമെന്ന് എവിടെ നിന്നും വരേണ്ടതല്ല. ഞാൻ ശക്തി സ്വരൂപമാണ് എന്ന അഫർമേഷൻ പ്രാക്ടീസ് ചെയ്താൽ ആ ഭയത്തെ അതിജീവിക്കാൻ സാധിക്കും. ഞാൻ മാസ്റ്റർ സർവ്വശക്തിവാനാണെന്നായിരിക്കുന്ന മന്ത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ ആ പ്രോബ്ലത്തെ, ഞാനൊരു വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ശക്തികൾ ഉണർത്താം. ആ വീഡിയോ, ആ മന്ത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ ചെയ്തു നോക്കണം. അതിലൂടെ നമ്മുടെ ഏത് ഭയവും ഇല്ലാതാക്കാം. ഏത് തോൽവിയിനെയും ശക്തിയിലേക്ക്, ജയത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കുറവെന്നും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്നും ശക്തികളെന്നും കണ്ടെത്താൻ അത് സ്വയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കുഴിച്ചേ തീരൂ. അത് 10 അടി ചെന്നിട്ട് പറ്റിയില്ലേ 12 അടി ആയിക്കോട്ടെ, ഖനി കണ്ടെത്തും വരെ സമയമെടുത്തുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് കണ്ടെത്തണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, സെൽഫ് അവെയർനെസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പോസിറ്റീവ് ഹാബിറ്റ്സ്. ഒരിക്കലും ജീവിതത്തിൽ ഒരു കാര്യവും ആരും പെട്ടെന്ന് നേടാറില്ല. നിരന്തരമായ അഭ്യാസത്തിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഞാൻ പലപ്പോഴും കാണാറുണ്ട് യോഗ ഡാൻസസ്. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ദൃശ്യമാണത്. തൻ്റെ ശരീരത്തിന് മനുഷ്യന്മാരായ നമ്മളെ ആരെങ്കിലും പിടിച്ച് വളച്ചൊടിച്ച് തല കൊണ്ട് കാലിനടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ ആ കുട്ടികൾ പ്രാക്ടീസിലൂടെ തല കൊണ്ടുവന്ന് കാലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുത്ത് പിന്നെ കാലും ഇപ്പത്തി തിരിച്ചു, എന്തെല്ലാം ദൃശ്യമാണ് നമുക്ക് കാണേണ്ടത്. വണ്ടറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. റെഗുലർ പ്രാക്ടീസ് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഒരു മനുഷ്യനും ഇല്ല. മണിക്കൂറിലോളം പാടുന്നവർ, പാട്ടിൻ്റെ മാധുര്യം കേൾക്കുമ്പോൾ അവരുടെ തൊണ്ടയിൽ നിന്ന് സംഗതികൾ വരുന്നു കാണുമ്പോൾ നമ്മൾ ആശിച്ചു പോലെ, വാ എന്തൊരു രസം. ഒരു ദിവസം കൊണ്ടല്ല, നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് ചെയ്യുന്നത്. നൃത്തത്തിലൂടെ മണിക്കൂറുകളോളം നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുമ്പോൾ എന്തൊരു പ്രകടനമായിരുന്നു നമ്മൾ പറയും. അഭ്യാസത്തിലൂടെ നേടിയെടുത്തതാണ്. ജീവിതത്തിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ നിരന്തരമായി മണിക്കൂറുകളോളം സമർപ്പിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ റെഗുലർ പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് റെഗുലറായി പ്രാക്ടീസ് ചെയ്യൂ. അതിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവും നമുക്കുണ്ടായിരിക്കില്ല. മൂന്നാമത് വേണ്ടത് കുറച്ച് ക്ഷമയും വേണം, സമർപ്പണവും വേണം. എന്തും നേടിയെടുക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ക്ഷമയോടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കരിയും ഡയമണ്ടും കാർബണിൻ്റെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഫോമുകളാണ്. ഡയമണ്ട് സ്ട്രോങ് ആണ്. അതിന് എത്ര തന്നെ പവർ ഇട്ട് കൊടുത്താലും അതിൻ്റെ ശക്തി അത് ഉടയില്ല. അത്ര സ്ട്രോങ് ആണ്. അതിൻ്റെ ബോണ്ട് സ്ട്രോങ് ആണ്. അതിൻ്റെ ക്ലാരിറ്റി കൂടുതലാണ്. അതിൻ്റെ ക്ലീൻനെസ് കൂടുതലാണ്. അതിലൊരു കഷ്ണം ഡയമണ്ടിന് കോടികളുടെ വില വരുമെങ്കിൽ ഒരു കഷ്ണം കരി നമ്മൾ അടുപ്പിൽ നിന്നെടുത്ത് പുറത്തേക്ക് അങ്ങ് എറിഞ്ഞു കളയും. രണ്ടും കാർബൺ. തൻ്റെ ജീവിതത്തിൽ ക്ഷമയോടെ സമർപ്പണത്തിലൂടെ ശക്തി ആർജിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളതായിട്ടുള്ള ഡയമണ്ടായി തീരും. ഡയമണ്ട് ആവാൻ നിരന്തരമായിട്ടുള്ള പരിശ്രമവും ക്ഷമയും സമർപ്പണവുമുണ്ടോ എങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കും. നാലാമത്തെ കാര്യം, ഫോക്കസ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. ജീവിതയാത്രയിൽ വിജയിച്ച എല്ലാവർക്കും തന്നെ എവിടേക്ക് ഞാൻ പോകണം എന്ന വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുള്ളവരാണ്. എവിടേക്കെങ്കിലും എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, കുട്ടികളുടെ ഒരു കഥയുണ്ടായിരുന്നു, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ളതായിട്ടുള്ള. ഒരു 3 കൂടിയ കവലയിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി സ്വപ്നലോകത്തെത്തി ചോദിക്കുക, പകച്ചു നിൽക്കുക എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ. അപ്പോൾ ഒരു കൊച്ചു മയിൽ ഇങ്ങനെ ചാടി 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 ആ കുട്ടിയുടെ അടുത്ത് വരിക, ചോദിക്കുകയാണ്, ആലീസ് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറയും, എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പകച്ചു നിൽക്കുന്നത് എന്ന്. അപ്പോൾ കൊച്ചുമയിൽ ഉത്തരം പറയുക, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഏതിലൂടെ പോയാൽ എത്താൻ പ്രയാസം എന്ന് ചോദിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ലക്ഷ്യം നിശ്ചയിക്കാത്തവരെ യാത്ര എവിടേക്കെങ്കിലും പോകണം, എന്തെങ്കിലും നേടണം എന്നായിരിക്കും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ ജീവിതത്തിൽ എന്താവണം എന്ന നിശ്ചയത്തോടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന്. 3% കുട്ടികൾ അവരുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ന് നിശ്ചയിച്ച് നിർണയിച്ച് എഴുതി തയ്യാറാക്കി അതിൻ്റെ ആധാരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. ഒരു 12% കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുന്നവർ, ഒരു ബാക്കിയുള്ളതായിരിക്കുന്ന 12, 15, 85% കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് വിചാരിക്കുന്നത്. അവരാണ് ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി നേടി, ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കതിലില്ല, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെടുത്തു, അത് കഴിഞ്ഞ ശേഷം ഇതെടുത്തു,
ഇവിടെ എത്തിയില്ല എന്ന് തോന്നിയപ്പോൾ അത് നോക്കി, 10 ജോലി ഞാൻ മാറി ചെയ്തിട്ടുള്ള ആളാണ്, 12 ജോലി മാറി ചെയ്തിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാവണം, എന്താവണം, എനിക്ക് എവിടെ എത്തണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ആ യാത്ര നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുകയും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് മൈൻഡ്. നമുക്ക് കിട്ടിയ ഓരോരോ കാര്യത്തിന് പോലും നന്ദിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിൽ, പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞതായിട്ടുള്ളൊരു ചൊല്ല് ഞാൻ ഓർക്കും, തന്നതും തിന്നും കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും തന്നുകൊണ്ടിരിക്കുമെന്ന്. ഇത് പഴമക്കാരുടെ ഭാഷയാണ്. തന്നതും തിന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പടച്ചോൻ തന്നുകൊണ്ടിരിക്കുമെന്ന് പറയും. നിങ്ങൾക്ക് എപ്പോഴാണോ കിട്ടിയ സാധനത്തിന് വാല്യൂ ചെയ്യാൻ പഠിക്കുന്നത്, അവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരാതിരിക്കാൻ സാധ്യമല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് തരാതിരിക്കാൻ സാധ്യമല്ല. ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് കടന്നു പോകാൻ വേണ്ടിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മഹാവിദ്യയെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എവിടേക്ക് കാല് വെക്കണം എന്ന്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടി ജനിച്ചു വീണു, ഒരു ദരിദ്രമായിരിക്കുന്ന വീട്ടിലാണ്, 1 രൂപ പോലും എടുക്കാനില്ലാത്ത വീട്ടിൽ ആ കുട്ടി ജനിച്ചു വീണു, അത് ആ കുട്ടിയുടെ കുറ്റമല്ല. പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ എവിടെ എത്തണം എന്ന് നിശ്ചയിക്കേണ്ടത് അത് ആ കുട്ടിയുടെ ഉത്തരവാദിത്വമാണ്. തൻ്റെ കർമ്മങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യവും അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള ബാധ്യതയും അതെല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് കർമ്മം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഞാനിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലം എനിക്കാണ് വരേണ്ടത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ കർമ്മം ചെയ്യാമെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് കാണാൻ പഠിക്കാം. ഉദാഹരണമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ജയിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിലെ അഴികളിലൂടെ പുറത്തു നോക്കുന്ന 2 പേര്. ഒരാൾ രാത്രി സമയത്ത് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെയും അവിടുത്തെ മനോഹരമായ ദൃശ്യത്തെയും കാണുമ്പോൾ മറ്റൊരാൾ ആ ജയിലിൻ്റെ താഴെയുള്ളതായിട്ടുള്ള ചളി കെട്ടിക്കിടക്കുന്നതായിരിക്കുന്ന ചളിയും വൃത്തികേടും നോക്കി വിഷമിച്ചു നിൽക്കുന്നു. ഒരാൾ മേലെ നോക്കി ആസ്വദിക്കുന്നു. തൻ്റെ നിൽക്കുന്നത് ഒരേ മുറിയിലാണെങ്കിലും കാണാൻ എല്ലാവർക്കും 2 കണ്ണുകളേ ഉള്ളൂ. അഴിയിലൂടെയാണ് അവർ പുറത്തേക്ക് കാണുന്നത്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശാലമായിരിക്കുന്ന ആകാശവും ചന്ദ്രനെ കണ്ട് ആസ്വദിക്കുന്നു, മറ്റൊരാൾ താഴെ കിടക്കുന്ന ചളി നോക്കിക്കൊണ്ട് അഴുക്കിനെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിൽക്കുന്ന സ്ഥലമോ നിങ്ങൾ എത്തിപ്പെട്ട സാഹചര്യങ്ങളോ അല്ല, അവിടെ നിന്ന് നിങ്ങളുടെ മനോഭാവം എന്താണ്, ഇതാണ് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾക്കും വലിയ പ്രാപ്തികൾക്കും ആധാരമാകുന്നത്. നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കാണാൻ കണ്ണ് തന്നതിന്, സംസാരിക്കാൻ നാവ് തന്നതിന്, ഇരിക്കാൻ നടക്കാനുള്ളതായിട്ടുള്ള കാലുകളും കൈകളും തന്നതിന്, നന്നായി കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം ഉണ്ടെങ്കിൽ അതിന്, കയറിക്കിടക്കാൻ ഒരു കുടിലാണെങ്കിൽ പോലും കയറിക്കിടക്കാൻ ഒരു ഇടം തന്നതിന്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നതിന്, കിട്ടിയ അൺലിമിറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ശ്വസിക്കാൻ ഈ ശുദ്ധവായു തന്നതിന്, നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വിവേകം തന്നതിന്, തന്നതിൻ്റെ അൺലിമിറ്റഡ് ആണ്. എല്ലാത്തിനും നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് താങ്ക്സ് പറഞ്ഞു നോക്കൂ. നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ഹാപ്പിനെസ് അട്രാക്റ്റ്, ഹാപ്പിനെസ്സാണ്. പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരികയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തെ സഫലമാക്കി തീർക്കാൻ വേണ്ടിക്കൊണ്ട് ഈ 5 നിയമങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്നും ഹാപ്പി ആവാം, എല്ലാവരെയും ഹാപ്പി ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഓൾവേസ് ഹാപ്പി ആവാനും മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.